G7 സമ്മിറ്റിന് മുന്നേ തന്നെ ഇന്ത്യയിലെ നാഷണൽ മീഡിയ, അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വലിയ ഡിസ്കഷനായിരുന്നു. മോദി ട്രംപ് കൂടിക്കാഴ്ച വലിയ പോസിറ്റീവാകും, കാര്യങ്ങളെല്ലാം മാറി മറിയും, പ്രശ്നങ്ങളെല്ലാം തീരും, എല്ലാം സെറ്റിൽ ചെയ്യും. അതേപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൗണ്ട് ഡൗൺ ആയിരുന്നു. TV ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ മീറ്റിംഗ് ആണ്, 48 മണിക്കൂർ കഴിഞ്ഞാൽ മീറ്റിംഗ് ആണ്, പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകും. ഓരോ ഇന്ത്യക്കാരനെ പോലെ, അതായത് വിദേശത്തുള്ള ഇന്ത്യക്കാരനെ പോലെ, ഗ്ലോബലായിട്ടുള്ള ഇന്ത്യക്കാരനെ പോലെ എല്ലാവരും ആവേശത്തോടിരിക്കുകയാണ്. സംഭവം പ്രശ്നങ്ങൾ ഒതുങ്ങും, പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യും. പക്ഷേ സംഭവിച്ചത് 35 മിനിറ്റ് മീറ്റിംഗ് മോദിയും പ്രസിഡന്റ് ട്രംപുമായിട്ട്, പ്രധാനമന്ത്രി മോദിയും ട്രംപുമായിട്ട് ക്ലോസ് ഡോർ മീറ്റിംഗ്. അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അത് കഴിഞ്ഞ് 15ഓളം 2 പേര് ജോയിൻറ്റ് പ്രസ് കോൺഫറൻസ്. അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപിനെ പറ്റി പറഞ്ഞു. വെസ്റ്റ് ഏഷ്യ ഇഷ്യൂ പരിഹരിക്കുന്നതിന് ട്രംപ് പ്രത്യേക സംഭവം കാണിച്ചു, അത് കാണിച്ചു, ഇത് കാണിച്ചു. അത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാം പത്രക്കാരോട്. അവർ ചോദിക്കുന്നു, പല ചോദ്യങ്ങളും ചോദിക്കുന്നു, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇന്ത്യൻ എക്കോണമിയായി ബന്ധപ്പെട്ട്, ട്രേഡ് ഡീല്, H1B വിസ, അതിനെപ്പറ്റി മിണ്ടുന്നേയില്ല. ട്രംപിൻ്റെ സ്വത്വസിദ്ധമായ ശൈലിയിൽ മോദി അങ്ങ് പൊക്കി പറഞ്ഞു. വളരെ സുന്ദരൻ, കില്ലർ ലുക്ക്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കുന്തവും നടന്നില്ല, ഒരു ഉണ്ട ഉണ്ടായി. ഇതാണ് സംഭവിച്ചത്. പിന്നെ നമ്മൾ നോക്കാം, എന്താണ് പ്രധാനമന്ത്രി മോദിയും ട്രംപുമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല. ഇഷ്യൂ ഇപ്പോഴും കിടക്കുകയാണ്. അതായത് കഴിഞ്ഞ 6 മാസം മുമ്പ് അമേരിക്കൻ എൻവോയി ആയിട്ട് ഇന്ത്യയിലെത്തിയ സെർജിയോ ഗോറാണ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടും ഉള്ള ഈ പറയുന്ന G7 മീറ്റിങ്ങിൻ്റെ ബാക്ക് ടു ബാക്ക് ഈ മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തൊരു പോസിറ്റീവ് ആകുമെന്നുള്ള ധാരണയായിരുന്നു ഇന്ത്യൻ മീഡിയയ്ക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് റിസൾട്ട് ഉണ്ടാകാത്തത് മനസ്സിലാക്കുക. കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. അമേരിക്കൻ റിലേഷൻഷിപ്പ് മോശമായപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു, ഇന്ത്യയുടെ കറൻസി തകർന്നു, ഇന്ത്യയുടെ എക്കോണമി തകർന്നു, ഇന്ത്യയിലോട്ട് FDI വരുന്നില്ല. ആലോചിച്ച് നോക്കുക, അൺഎംപ്ലോയ്മെന്റ് റേസ് ചെയ്യുന്നു, ഇന്ത്യൻ IT കമ്പനികൾക്ക് പഴയ പോലെ വർക്ക് വരുന്നില്ല, AI വർക്കുകൾ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകുന്നു. എന്താണ് ഇന്ത്യക്ക് നേട്ടമുണ്ടായത്? ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് എക്കണോമിക് കൊളാപ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞ 1 വർഷം 1.5 വർഷം കൊണ്ട് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടുത്തെ യൂട്യൂബിൻ സാറ്റലൈറ്റ് ചാനലൊക്കെ പറഞ്ഞു അമേരിക്കയുടെ വെടിതീരാൻ പോവാണ് ഇന്ത്യ നിർത്തിയാൽ. അമേരിക്കയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ? അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിന് പ്രശ്നമുണ്ടായോ? അവർ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ത്യ പഴയ എക്കോണമിയിൽ നിന്നും താപ്പോട്ട് പോയി. ഗ്ലോബലായിട്ട് ഡിപ്ലോമാറ്റിക് കൊളാപ്സ് ഉണ്ടായി റഷ്യൻ ഓയിലുമായി ബന്ധപ്പെട്ട്. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് താല്പര്യമില്ലാതായി. അതിനിടയ്ക്ക് ഇന്ത്യൻ മീഡിയ പറയുന്നു ഫ്രാൻസിൻ്റെ മാക്രോണുമായിട്ട് ചർച്ച നടത്തി, ജർമ്മനിയുമായിട്ട് ചർച്ച നടത്തി, ബ്രിട്ടൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തി. നിങ്ങൾ ആദ്യം ധരിക്കണം, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നു, അങ്ങാരുമല്ല ഇവിടെ തന്നിട്ട് പോയോ? ഇവിടുന്ന് സാധനം അടിച്ചുകൊണ്ട് പോയി. ഇവിടുത്തെ ഡിഫൻസിന് വേണ്ടി എയർ ടു എയർ മിസൈൽ, അതിൻ്റെ ഒരു ഹ്യൂജ് ഓർഡർ കൊണ്ടുപോയി. ഫ്രഞ്ച് ചാൻസലർ, ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നു, അതും ഇവിടുന്ന് സാധനം അടിച്ചുകൊണ്ട് പോയി. അതായത് സബ്മറൈൻ്റെ ഹ്യൂജ് കോൺട്രാക്റ്റ് 35ഓളം ആൾക്കാരുമായിട്ടാണ് വന്നത്. ഏകദേശം 35 ബില്യൻ്റെ കോൺട്രാക്റ്റാണ് ഇന്ത്യ സൈൻ ചെയ്തത്. ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നു, റഫേലിൻ്റെ ഡീലുമായിട്ട് പോയി, എയർബസിൻ്റെ ഡീലുമായിട്ട് അയാൾ പോയി. ഇവരൊക്കെ ഇന്ത്യയിൽ എന്ത് തന്നെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെയാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. കാര്യമായിട്ട് നമുക്ക് പ്രശ്നമുണ്ടായി. അമേരിക്കയായിട്ട് ഉടക്കുണ്ടായിക്കഴിഞ്ഞ് റഷ്യൻ ഓയിൽ വാങ്ങി. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ ശത്രു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റഫേലിൻ്റെയും
ഈ സബ്മറൈൻ്റെയും ബ്രിട്ടനുമായിട്ടൊക്കെ ലോഹ്യമായിട്ട് അവർ നിന്ന് വെപ്പൺസ് മേടിക്കുന്നത്. ഇന്ത്യ അമേരിക്ക ഇഷ്യൂ ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ അമേരിക്ക ഇപ്പോൾ ഇഷ്ടംപോലെ വെപ്പൺ മേടിച്ച് ഓർഡർ കൊടുത്തു. അപ്പം അമേരിക്കയുടെ വെറുപ്പൊന്ന് മാറാൻ വേണ്ടി. പിന്നെ ഓരോന്ന് H1B വിസ എത്രമാത്രം മോശമായ രീതിയിലാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് പോയി പഠിക്കാൻ പറ്റുന്നില്ല. അമേരിക്ക വിസ എടുത്ത് ദൂരെ കളഞ്ഞു. 40% ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലോട്ട് പോകുന്ന ജോലിയിൽ കുറവ് വന്നിരിക്കുന്നത്. മുഴുവനും കട്ട് ചെയ്തു. ഇതൊക്കെ ഓരോ ഡേറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ട്രംപും മോദിയും തമ്മിലുള്ള ഡിസ്കഷൻ ഒരു ഉണ്ടയോ ഉണ്ടായില്ല. അതായത് ഇത് അങ്ങനൊന്നും പെട്ടെന്ന് തീരുന്ന വിഷയമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം മോദിയുടെ റിയാക്ഷൻ തന്നെയായിരുന്നു. പെട്ടെന്ന് ചൈനയിൽ പോയി കോഡിൻ്റെ കാര്യത്തിൽ ചോദ്യം ചോദിച്ചു, എന്തെങ്കിലും ഉത്തരം വന്നോ? അതായത് കോഡില്ലാതായി. മാർക്ക് റൂബിയോ പറഞ്ഞ സ്റ്റാൻഡ്, അതായത് ഇന്ത്യൻ സെയിൽ, കാരണം അമേരിക്ക ടോളറേറ്റ് ചെയ്യത്തില്ല ഇന്ത്യൻ സെയിലേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ 3ഓളം പേര് കൊല്ലപ്പെട്ട് 3ഓളം ഷിപ്പുകൾ മുക്കിയ ഇഷ്യൂ. അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് കണ്ടം ചെയ്തോ, ഷോക്ക് പറഞ്ഞ ഒരു പുല്ലും പറഞ്ഞില്ല. അത് വലിയ റഫ് ജോബാണ്, ഇതാണ് മാടയാണ് കോടയാണ്. മനസ്സിലാക്കുക, മോദിയുമായിട്ട് ട്രംപ് അടുക്കുന്നില്ല. പഴയ റിലേഷൻഷിപ്പിലോട്ട് ഇത് പോകത്തുമില്ല. ഇപ്പോൾ ഈ അമേരിക്കൻ മലയാളം ഇന്ത്യ ഇംഗ്ലീഷ് ചാനലിൽ നടക്കുന്ന ഡിസ്കഷൻ്റെ അകത്ത് ഒരു അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡർ പറയുന്നത് സംഭവം വളരെ കൃത്യമാണ്. എന്താണ് അമേരിക്കയ്ക്ക് ഒരിക്കൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് തിരിച്ചെടുക്കാൻ വേണ്ടി സമയമെടുക്കും. അത് വലിയ പാടാണ്, അത് തിരിച്ചു വരാൻ പാടാണ്. അത് അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും കൃത്യമായിട്ട് പിടികിട്ടും. അതായത് തിരിച്ചു വരാൻ പാടാണ്. ഒരു കുന്തവും നടന്നില്ല. കാരണം എല്ലാ അൺസർട്ടനിറ്റിയിലോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ FDAയുടെ കാര്യം ഒന്നും ആയില്ല. കാരണം വിഷയങ്ങളിൽ നിന്നും വിഷയത്തിലോട്ട് പോവുകയാണ്. ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. ഇവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചിന്തിക്കേണ്ടിയിരിക്കേണ്ടത്, ഏത് രീതിയിൽ അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരാം. ഞാനും പ്രതീക്ഷിച്ചു, ഞാനും വളരെ പോസിറ്റീവായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ഇന്ത്യൻ എക്കോണമിയെ. നമ്മളിപ്പോൾ ഒരു വാർ ജയിച്ചു എന്ന് വിചാരിക്കുക, പക്ഷേ എക്കോണമി തകർന്നു പോയി കഴിഞ്ഞാൽ ഒന്നും അല്ലാതായിപ്പോയി. കാരണം എക്കോണമിയാണ് ഫസ്റ്റ് മാറ്റർ ചെയ്യുന്നത്. ഇന്ത്യക്ക് ഗ്ലോബൽ ഓർഡർ വേണം. ഇഷ്ടം പോലെ ട്രേഡും അതും ഇതൊക്കെ വന്നേ മതിയാവത്തുള്ളൂ. ചെറിയ ചെറിയ രാജ്യങ്ങളുമായിട്ട് ഇപ്പം ബ്രിട്ടനുമായിട്ട് അവർ ട്രേഡ് പറയുന്നത് 6.5 ബില്യൺ. ഈ 6.5 ബില്യൺ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുമായിട്ട് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ നടത്തുന്ന ചെറിയ ഡീലിൻ്റെ അത്രയേ ഉള്ളൂ. അമേരിക്കയുമായിട്ട് നമ്മൾ ഡീൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്യുക മാത്രമല്ല, അതിനകത്ത് ചൈനീസ് സാധനങ്ങളെ അമേരിക്ക ഒതുക്കി തരികയും ചെയ്യണം. എന്നാൽ മാത്രമേ അമേരിക്കൻ ഡിമാൻഡ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കുന്തവും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ അതിനുപോലും അയാൾ എന്തോ കൊടുത്ത് ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചു. മോദി ഭരിക്കുന്നിടത്തോളം ഇന്ത്യയെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ പറയുന്ന ഇറാൻ പോലെ രാജ്യമാണോ? ഇന്ത്യ സ്വന്തം സോവറിനായിട്ടുള്ള രാജ്യമാണ്. നമ്മളത് എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ട് നടക്കുന്ന രാജ്യമാണോ? അതായത് നമ്മളെ കളിയാക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ഒപ്പീനിയൻ അതിൻ്റെ അകത്ത് പറയുന്നത്. ഇവിടെ BJP ഗവൺമെൻറ്റും ഈ പറയുന്ന അവരെ താങ്ങുന്ന അലയൻസ് പാർട്ട്നേഴ്സും മോദി ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യമാണ്. കാര്യമായിട്ട് അമേരിക്ക പിണങ്ങി തന്നെ ഇരിക്കുകയാണ്. അവരൊരു കാരണവശാലും ഇന്ത്യയോട് ഈ പറയുന്ന പഴയ രീതിയിലുള്ള ബന്ധത്തിലോട്ട് വരാൻ അവർ തയ്യാറല്ല. കാരണം അവർക്ക് പാകിസ്ഥാനെ പിണക്കാനും പറ്റത്തില്ല. ചൈനയുമായിട്ടും ബന്ധമായി. കാരണം നമ്മൾ മാറി നിന്ന സമയത്ത് പാകിസ്ഥാൻ എൻ്റർ ചെയ്തു. കറക്റ്റായിട്ട് ചൈനയും കൃത്യമായിട്ട് എൻ്റർ ചെയ്തു. അവിടെ നമ്മുടെ പരാജയം ഉണ്ടായി. അതായത് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടായി. അതിനെ നികത്താൻ ഈ പറയുന്ന ചെറിയ രീതിയിലൊന്നും നടക്കത്തൊന്നുമില്ല. ശരിക്കും വർക്കൗട്ട് ചെയ്തേ മതിയാവത്തുള്ളൂ. പിന്നെ ഉറപ്പായിട്ടും ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ അറ്റാക്ക് ഇഷ്യൂ ഉണ്ട്. പിന്നെ FCR അവരെടുക്കുന്ന മെയിൻ സ്ട്രീം ഇഷ്യൂ ഉണ്ട്. മറ്റ് മൾട്ടിപ്പിൾ ഇഷ്യൂ അവർ കയറ്റിയെടുക്കും. അതായത് അവർ നമുക്ക് ജോലി തന്നാൽ
അവരുടെ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ അവർ പറയുന്നത് കേൾക്കണം എന്ന് തന്നെയാണ് അവരുടെ ഡിമാൻഡ്. അതിൽ കഴിഞ്ഞവർക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല. പഴയ രീതിയിലോട്ട് അവർ തിരിച്ചു പോകുന്നില്ല. ട്രസ്റ്റ് വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ത്യ പലയിടത്തും ബൗ ഡൗൺ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവിടെ വരാൻ പോകുന്ന സക്സസർ ഒരു കാരണവശാലും ഇന്ത്യയെ പഴയ പോലെ അടുപ്പിക്കത്തില്ല. 100% കൃത്യമായിട്ട് പറയാം. ഇന്ത്യൻ ഡിപ്ലോമസി ഇവിടെ പരാജയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. യൂറോപ്പുമായിട്ടും യൂറോപ്പിന് അങ്ങോട്ട് വെപ്പൺസ് മേടിച്ചുള്ള അതിനേക്കാളുപരി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലോട്ടാണ് കൂടുതൽ പോകേണ്ടത്. ഈ രീതിയിൽ ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു പ്രതീക്ഷയും നമുക്കുണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വരാനുള്ള ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ ബിസിനസ്സിലും ഉണ്ടാകാൻ പോവുക തന്നെയാണ്. ഒരു പ്രതീക്ഷയും ഉണ്ടായിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്.